വേക്ക് അപ്പ് ഡെഡ് മാൻ എ നൈസ് ഔട്ട് മിസ്റ്ററി. നൈസ് ഔട്ട് ഫിലിം ഫ്രാഞ്ചൈസിൽ വന്ന പുതിയ ത്രില്ലർ സിനിമയാണിത്. റയാൻ ജോൺസൺ രചനയും സംവിധാനവും നിർവഹിച്ച് ഡാനിയൽ ക്രൈഗ്, ജോഷ് ഒ കോണർ എന്നിവർ പ്രധാന വേഷത്തിൽ വന്ന ഈ ഇംഗ്ലീഷ് മിസ്റ്ററി ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഒരു ചെറിയ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു മരണം സംഭവിക്കുന്നതും അതിന്റെ കേസ് അന്വേഷിക്കാനായിട്ട് ഡിറ്റക്റ്റീവ് ബെൻവ ബ്ലാങ്ക് എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ആ മരണം തന്നെ വളരെ അസാധാരണമായിരുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഒരുതരം നിഗൂഢതയുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ വേണമെങ്കിൽ കാവ്യാത്മകമായിട്ട് പറയാം. ഈ നൈസ് ഔട്ട് ഫിലിം ഫ്രാഞ്ചൈസിൽ വരുന്ന മൂന്നാമത്തെ സിനിമയാണിത്. പക്ഷേ ഈ സീരീസിലെ മറ്റു സിനിമകൾ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ പടം ആസ്വദിക്കാൻ പറ്റും. ഇതൊരു സ്റ്റാൻഡ് അലോൺ സീക്വൽ പോലെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് ബ്ലാങ്കിനെ കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു പടങ്ങളൊന്ന് കണ്ടു നോക്കാം. കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും ആവില്ല. ബാക്കി എല്ലാ പടങ്ങളും കിടുവാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നല്ല കിടിലം പടം. വളരെ ബുദ്ധിപൂർവ്വം എഴുതിയിട്ടുള്ള, വളരെ സ്മാർട്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു മികച്ച ഹൂഡണിറ്റ് മിസ്റ്ററി ഉള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് പടത്തിനുള്ളത്. സാധാരണ നൈസ് ഔട്ട് പടങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കഥ എങ്ങനെയാണ്, പടത്തെക്കുറിച്ച് കൂടുതലൊന്നും നിങ്ങൾ അറിയാതെ സിനിമ കാണുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ട്രെയിലർ പോലും കാണാതാണ് ഈ പടം കണ്ടത്. ഞാൻ അങ്ങനെ സ്പോയിലേഴ്സ് ഒന്നും ഇതിൽ പറയുന്നില്ല. എങ്കിലും നിങ്ങൾ പടം കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാലും മതി. ഇല്ല, ഞാൻ സ്പോയിലേഴ്സ് പറയുന്നില്ല. സോ മികച്ച സ്ക്രിപ്റ്റ് വിത്ത് നല്ല മിസ്റ്ററി തന്നെയാണ് പടത്തിന്റെ പോസിറ്റീവ്. ആ ഒരു സസ്പെൻസ് അവസാനം വരെ നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ആദ്യ അവസാനം നമ്മളെ ഹുക്ഡ് ആക്കി നിർത്തുകയും ചെയ്യുന്നുണ്ട് സിനിമ. നല്ല എൻഗേജിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്, നല്ല ക്വാളിറ്റിയുള്ള മേക്കിംഗ് ആണ്, നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള മെയിൻ ക്യാരക്ടേഴ്സ്, അതുപോലെ മികച്ച പെർഫോമൻസ് ഒക്കെ പടത്തിന്റെ പോസിറ്റീവ്സ് ആണ്. ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട മിസ്റ്ററി അന്വേഷിക്കുന്ന യുക്തിവാദിയായിട്ടുള്ള നായകൻ, ആ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടെങ്കിലും ആ ബാലൻസ് അവർ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. തൃപ്തി നൽകുന്ന ഒരു എൻഡിങ്ങും പടത്തിനുണ്ട്. പടത്തിന് 2.5 മണിക്കൂർ ലെങ്ത് ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെ അങ്ങനെ ബോറടിപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഡിറ്റക്റ്റീവ് ബെൻവ ബ്ലാങ്ക് ആയിട്ട് വരുന്ന ഡാനിയൽ ക്രൈഗ് പതിവ് പോലെ ക്യാരക്ടർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഹാസ്യത്തിന്റെ മേമ്പൊടിയായിട്ട് സംസാരിക്കുന്ന വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഉദ്യോഗസ്ഥനാണ് പുള്ളി. എനിക്ക് ഇതിൽ പുള്ളിയേക്കാൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് ഫാദർ ജഡ്. ജോഷ് ഒ കോണർ ആണ് ആ ക്യാരക്ടറായിട്ട് വന്നിരിക്കുന്നത്. നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഫാദർ ജഡ് ഒരു നല്ല അച്ഛനാണ് എന്ന് പറയാം. പുള്ളിയുടെ ലൈഫ് തന്നെ ഇത്രയും ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ കടന്നു പോകുമ്പോഴും അയാളോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ടൈപ്പ് ഒരു അച്ഛനാണ്. അതിന് സമയം കണ്ടെത്തുന്ന ഒരാളാണ്. സോ നമുക്ക് ആദ്യം മുതലേ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന്റെ കൂടെ നിൽക്കാനായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതേസമയം ആ കഥാപാത്രത്തിന് ഒരു മിസ്റ്ററി ഉണ്ട്, അതും നിലനിൽക്കുന്നുണ്ട്. വേറെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പടത്തിലുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞാൽ സ്പോയിലേഴ്സ് ആകും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബാക്കി ഇതിലുള്ള പല ക്യാരക്ടേഴ്സിൽ നിന്നും ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ആദ്യം പരിചയപ്പെടുത്തിയ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പല കഥാപാത്രങ്ങളുടെയും എഴുത്ത് ഒരു സർഫസ് ലെവലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. ടെക്നിക്കലിയും പടം നീറ്റാണ്, നല്ല ക്യാമറയാണ്. ഒരു കാട് പോലുള്ള ഒരു സ്ഥലത്ത് മഴ പെയ്യുമ്പോഴുള്ള ഒരു വിഷ്വൽ, അപ്പോഴുള്ള ഒരു കളർ ടോൺ ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഫാദറും ഡിറ്റക്റ്റീവും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിക്കകത്ത് സൂര്യപ്രകാശം കുറഞ്ഞ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നെ അങ്ങനെ പയ്യെ വെയിൽ കൂടുമ്പോൾ അതിനനുസരിച്ച് ലൈറ്റും കളർ ടോണും ഒക്കെ ചേഞ്ച് ആകുന്നു എന്നത് അത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് അവർ ക്യാമറയിൽ പതിപ്പിച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ മ്യൂസിക് എഡിറ്റിംഗ്, പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ ഡീസന്റ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില ക്യാരക്ടേഴ്സ് കുറച്ചുകൂടി നന്നായിട്ട് എഴുതാമായിരുന്നു എന്ന് തോന്നിയതല്ലാതെ വേറെ വലിയ നെഗറ്റീവ്സ് ഒന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. പടത്തിന് ആക്ച്വലി അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, എങ്കിൽ പോലും അങ്ങനെ ലാഗ് അടിച്ചില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പടം മുമ്പോട്ട് പോയത്. സോ മൊത്തത്തിൽ ഒരു മികച്ച ഹൂഡണിറ്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് വേക്ക് അപ്പ് ഡെഡ് മാൻ. പുതുമയുള്ള ഒരു കഥ പറച്ചിൽ സ്റ്റൈലായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ത്രില്ലർ പ്രേമികൾക്ക് ഇഷ്ടമാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പടം റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ കാണാൻ പറ്റും. ഇംഗ്ലീഷ് ആണ് ഒറിജിനൽ ലാംഗ്വേജ്. ഹിന്ദി ഡബിംഗ് ഉണ്ട്, തമിഴ് മലയാളം ഒന്നുമില്ല. 2 മണിക്കൂർ 26 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. കുറച്ച് അഡൽട്ട് ലാംഗ്വേജ്, ചെറിയ രീതിയിൽ വയലൻസ് ഒക്കെ ഉണ്ട് എന്നതൊഴിച്ചാൽ 18+ ആണ് പടം എന്ന് പറയാൻ പറ്റില്ല. ഫാമിലി ആയിട്ട് വേണമെങ്കിൽ കാണാം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.